ഒരു അടിയന്തര പ്രശ്നമുണ്ട്. ചിലപ്പോ ഒരു കയ്യാങ്കളിയൊക്കെ വേണ്ടി വന്നേക്കും. വൈകരുത്. ഓക്കേ. പാകിസ്ഥാനിലെ ചില വാർത്തകളും മറ്റുമൊക്കെ കണ്ടാൽ നമുക്ക് ശരിക്കും അന്തം വിട്ടു. നമ്മുടെ കൊച്ചി തുറമുഖവും അതേപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖവും ഒക്കെ ഇതിനകം തന്നെ പാകിസ്ഥാൻ നേവി അടിച്ച് തകർത്തു. മാത്രമല്ല മറ്റൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകും. വിജയ് ഈ കഴിഞ്ഞ വർഷം മറ്റോ അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നു, ബീസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഈ വീരരാഘവൻ എന്ന ഈ കഥാപാത്രത്തെ പോലും നമ്മുടെ ഇന്ത്യയുടെ വിങ് കമാൻഡറാക്കി പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തു എന്ന തരത്തിൽ വരെ അവർ പ്രചരിപ്പിക്കുന്നു. പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ഇന്ത്യയിലെ വിങ് കമാൻഡർ ഇതുപോലെ വീരരാഘവൻ എന്ന വിങ് കമാൻഡറെ പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിലാണ് എന്ന തരത്തിൽ അവർ പ്രചരിപ്പിക്കുമ്പോഴുമാണ് ഒരുപാട് വ്യാജ വാർത്തകൾ അവർ നിരന്തരം ഇങ്ങനെ പടച്ചു. അവരുടെ ആളുകളെ ഒരുപക്ഷെ സന്തോഷിപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഈ വെപ്രാളപ്പെട്ട് ഇങ്ങനെ പരക്കം പായുന്ന അവരെ ഒന്ന് അടക്കി നിർത്താൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഇന്ത്യക്ക് മേൽ ജയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വരുത്താൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരം വാർത്തകളൊക്കെ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരുന്നത്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. താൻ ആളൊരു തട്ടിപ്പ് വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി. ചേട്ടാ, അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.